ദൈവം രാജാവായി തിരഞ്ഞെടുത്തപ്പോൾ അത് ഏറ്റെടുക്കാതിരിക്കാൻ വേണ്ടി ചാക്കുകൾക്കിടയിൽ ഒളിച്ചിരുന്ന ഒരാളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒടുവിൽ ദൈവത്തിന് തന്നെ അയാളെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കേണ്ടി വന്നു. ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായിരുന്ന സാവൂളിന്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് വാഗ്ദാന ഭൂമിയായ ഇസ്രായേലിലേക്ക് വന്ന ജനത്തിന് രാജാക്കന്മാർ ഉണ്ടായിരുന്നില്ല. കാരണം ഇസ്രായേലിന്റെ രാജാവ് സൈന്യങ്ങളുടെ കർത്താവായ ദൈവം തന്നെയായിരുന്നു. താങ്കൾക്കൊരു രാജാവിനെ വേണമെന്ന് പറഞ്ഞ് ജനങ്ങൾ ദൈവത്തിനോട് നിരന്തരം ആവശ്യപ്പെട്ടപ്പോൾ സാവൂളിനെ രാജാവായി അഭിഷേകം ചെയ്യാൻ സാമുൽ പ്രവാചകനോട് ദൈവം ആവശ്യപ്പെട്ടു. സാവൂൾ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് അവർ കർത്താവിനോട് ചോദിച്ചു. ഇതാ അവൻ ഭാണ്ഡങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. അവർ ഓടിച്ചെന്ന് അവനെ കൂട്ടിക്കൊണ്ടുവന്നു. ജനമധ്യേ നിന്നപ്പോൾ മറ്റാരേക്കാൾ അവന്റെ ശിരസും തോളുയർന്നു നിന്നിരുന്നുവെന്നും കർത്താവ് തിരഞ്ഞെടുത്തവനെ പോലെ മറ്റാരുമില്ല എന്നും ജനങ്ങൾക്ക് ബോധ്യമാവുകയും ചെയ്തു. സാമുൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 10 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഈ ബൈബിൾ കഥാപാത്രം നമ്മളെ പഠിപ്പിക്കുന്നത്? ദൈവം ഒരാളെ തിരഞ്ഞെടുക്കുന്നത് അവനിലൂടെ ദൈവത്തിന് പ്രവർത്തിക്കാനാണ്. ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒരാൾ ഓടിയൊളിക്കുമ്പോൾ എല്ലാം അവൻ നഷ്ടമാകുന്നത് അവന്റെ തന്നെ ജീവിത നിയോഗം തന്നെയാണ്. ദൈവം ചില കാര്യങ്ങൾ വ്യക്തികളിലൂടെയും സംഭവങ്ങളിലൂടെയും നമ്മോട് ആവശ്യപ്പെടുമ്പോൾ പല കാരണങ്ങളാൽ നിമിത്തം നമ്മൾ നമ്മളെ തന്നെ അതിൽ നിന്ന് മാറ്റി നിർത്താറുണ്ട്. അങ്ങനെ ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റാണ് എന്ന് നാം തിരിച്ചറിയുക. നമ്മെ തിരഞ്ഞെടുക്കുന്നതും നിരസിക്കുന്നതും ദൈവം തന്നെയാണ്. അതിനാൽ ഏതൊരവസ്ഥയിലും ദൈവത്തോട് സഹകരിക്കണമെന്നാണ് ഈ ബൈബിൾ കഥാപാത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്.